അർജുനന്റെ പിറന്നാളാണ്. ഉത്രട്ടാതി എന്ന് പറയുന്ന അർജുനന്റെ പിറന്നാളാണ്. അർജുനൻ പണിത ക്ഷേത്രം സ്വന്തം പിറന്നാളിൽ തന്നെ ഭഗവാൻ ക്ഷേത്രം പണിത് കൊടുത്തു. 5 പാണ്ഡവരും ഭഗവാന് ക്ഷേത്രങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അർജുനൻ പണിത ക്ഷേത്രം സ്വന്തം ജന്മനാളിൽ തന്നെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉത്രട്ടാതിയിൽ ജലമേള നടക്കുന്നത്. നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ തിരുവോണ സദ്യവുമായി തിരുവോണത്തോണി വരുന്നു. ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായിട്ട് കരകളിലുള്ള ആളുകൾ അവർ പള്ളിയോടങ്ങളിൽ കൂടെ വന്നതാണ്, അകമ്പടിയായി വന്നതാണ്. അത് രാത്രി കാട്ടൂരിൽ നിന്ന് തുടങ്ങും. ഈ തിരുവോണ ദിവസം തലേന്ന് ഉത്രാടത്തിന്റെ അന്ന് തലേന്ന് കാട്ടൂർ മനയിൽ നിന്നും തുടങ്ങി ഈ ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് എത്തുന്നത്. ഈ രാത്രിയിൽ വരുന്ന ഈ പള്ളിയോടങ്ങളെ കരക്കാർക്ക് എല്ലാവർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന പള്ളിയോടങ്ങളെല്ലാം കൂടി ചേർന്ന് ആ പ്രതിഷ്ഠാ ദിനത്തിൽ ഗംഭീര ജലോത്സവം നടത്തുകയാണ്. അങ്ങനെയാണ് ജലമേള. ഒരു മഹത്തായ അനുഷ്ഠാനമില്ല. അതുപോലെ ഇന്നത്തെ കാലത്തും ആളുകളൊക്കെ ഫോണിലും ഫേസ്ബുക്കിനും ഒക്കെ അഡിക്റ്റഡ് ആകുന്ന കാലത്ത് പോലും വിനോദ് പറഞ്ഞതുപോലെ ഈ തിരുവോണത്തോണി വരുന്നത് കാണാൻ അർദ്ധരാത്രിയിൽ ആ സ്ത്രീകൾ ഉൾപ്പെടെ പമ്പാ നദിയുടെ ഈ മഹത്തരമായ നദിയുടെ ഇരുവശങ്ങളിലും ആ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. വെളുപ്പിന് തിരുവോണ നാളിൽ വെളുപ്പിന് തന്നെ ഈ ആറന്മുള ക്ഷേത്രക്കടവിൽ ആയിരങ്ങൾ ഒത്തുകൂടുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ആളുകളെല്ലാം ഫോണിനും ഒക്കെ അഡിക്റ്റഡ് ഒക്കെയാണ്. തീർച്ചയായും നിരവധി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഇതിനോട് ചേർത്തുണ്ട്. ഈ മങ്ങാട്ടില്ലത്ത് നിന്ന് എന്തുകൊണ്ട് തിരുവാറന്മുള അപ്പന് ഈ തിരുവോണ സദ്യ വരുന്നു എന്നതിന് പിന്നെ ഒരു കഥയുണ്ട്. ആറന്മുളക്കാർക്കൊക്കെ പ്രചാരം നേടിയ കഥയാണത്. കഥയല്ല, ചരിത്രമാണ്, മിത്താണ്, വിശ്വാസമാണ്. അത് കൃത്യമായി പാലിക്കുകയാണ്. അതായത് മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണത്തിന് കാൽ കഴുകിച്ച് ഊട്ട് നടത്തിയിരുന്നു. ആ ഇല്ലത്തെത്തുന്ന ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടേ അദ്ദേഹം ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. ഒരു വർഷം ആരും വന്നില്ല. ഭട്ടതിരി അങ്ങനെ കഴിക്കാതെ കാത്തിരുന്ന സമയത്ത് വളരെ ചെറിയൊരു ബാലൻ ആ വീട്ടിൽ വന്നു. ക്ഷീണിച്ചു വന്നിട്ട് ഉച്ച സമയം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ ഇല്ലത്ത് കയറിയിരുന്ന് ആഹാരം കഴിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അദ്ദേഹം ആനന്ദത്താൽ കണ്ണു നിറഞ്ഞു. അന്ന് വൈകിട്ട് കിടന്നുറങ്ങിയ ആ മങ്ങാട്ട് ഭട്ടതിരി സ്വപ്നം കണ്ടത് അടുത്ത വർഷം മുതൽ എനിക്കുള്ള ഓണസദ്യ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ആ സ്വപ്നം. അപ്പോഴാണ് ആ മങ്ങാട്ട് ഭട്ടതിരി അറിയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തൻ്റെ ഇല്ലത്ത് വന്ന് ആഹാരം കഴിച്ചത്. അടുത്ത വർഷം മുതൽ എല്ലാ ഓണ വിഭവങ്ങളും ചേർത്ത് അങ്ങനെ മങ്ങാട്ട് ഭട്ടതിരി അവിടെ നിന്നൊരു വള്ളത്തിൽ ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അത് തിരുവോണത്തോണി ആകുന്നു. അങ്ങനെ വന്ന തിരുവോണത്തോണി ചില വർഷം, ഏതോ ഒരു വർഷം സമീപത്തുള്ള, അന്ന് ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ, എല്ലാ വിഭവങ്ങളും ഈ വള്ളത്തിലുണ്ട്. ഈ വള്ളം ആക്രമിച്ച് ഈ ആഹാര സാധനങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കള്ളന്മാരുടെ ആക്രമണം ചെറുക്കാനായി കരകളിലുള്ളവർ പള്ളിയോടം നിർമ്മിച്ച് ഇതിന് അകമ്പടി പോയി, ഇതിന് സംരക്ഷണം ഒരുക്കി പോയി. അങ്ങനെ പോയി വന്ന പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ജലോത്സവമായി ഇങ്ങനെ പമ്പയെ കുളിരണിയിച്ചുകൊണ്ട് നമുക്ക് വിശേഷങ്ങളിലൊക്കെ കടക്കണ്ടേ. വള്ളപ്പാട്ട്, ഒപ്പം ആറന്മുള ക്ഷേത്രത്തിൽ എന്ത് നടക്കുന്നു, ഇതൊക്കെ അറിയേണ്ടതുണ്ട്.